എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളത്, അല്ലേ? കാരണം പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ അത് വല്ലാതൊരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ നമ്മുടെ മനസ്സിന് കിട്ടുന്നുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും ഒരാൾക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്കും എല്ലാ സമയങ്ങളിലും പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളാവട്ടെ, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആവട്ടെ, ഇവരൊക്കെ ജീവിതത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ, അതിനെ അതിജീവിക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്നത് നമ്മുടെ ആഗ്രഹമായിട്ട് കൊണ്ടു നടക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിലപ്പുറം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ വളർത്തിയെടുക്കുക എന്നതാവണം നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. എന്നാൽ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായി ചിന്തിക്കുവാനുള്ളൊരു മനോഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാവുക? അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നിലവിലുള്ള ചിന്തകളെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക. എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുക? നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലിങ്ങനെ കുരുങ്ങിക്കിടക്കുന്നതോ ആയിട്ടുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളെയും നീക്കം ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ചിന്തകളെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയുമ്പോൾ ഒരാൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാവുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഓർക്കേണ്ടത്, നമ്മൾ ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ റിമൂവ് ചെയ്തിട്ട് അവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും ഒരുപാട് പരിശീലനത്തിലൂടെ, ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവാണ് പോസിറ്റീവ് മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാവുക എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പഠനങ്ങളിലൂടെ നമുക്കത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. ഒരു ദിവസം അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ ഏകദേശം 30,000-ത്തിലധികം ചിന്തകൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ 30,000 ചിന്തകളിൽ വളരെ രസകരവും ആശ്ചര്യപ്പെടുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യം 70%, 80% ചിന്തകളും നെഗറ്റീവ് ചിന്തകളാണ്. ബാക്കിയുള്ള കുറച്ച് ചിന്തകൾ മാത്രമേ പോസിറ്റീവായിട്ടുള്ള ചിന്തകളുള്ളൂ എന്നുള്ളതാണ്. അതായത് 30,000 ചിന്തകളിൽ 25,000 ചിന്തകളും നെഗറ്റീവ് ചിന്തകളും, 5,000 ചിന്തകൾ പോസിറ്റീവ് ചിന്തകളുമാണ് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 5,000 ചിന്തകളുടെ എത്ര ഇരട്ടിയാണ് 25,000 എന്ന് പറയുന്നത്? അപ്പോൾ അത്രയും നെഗറ്റീവ് ചിന്തകൾ ഓരോ ദിവസവും നമ്മളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും ഈ ഒരു കാര്യം തന്നെയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റീപ്ലേസ് ചെയ്യേണ്ടത്, ചേഞ്ച് ചെയ്യേണ്ടത്. എങ്ങനെ? 25,000 നെഗറ്റീവ് ചിന്തകൾക്ക് പകരം അവിടെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരിക. ബാക്കിയുള്ള 5,000 ചിന്തകൾ നെഗറ്റീവ് ആയാലും പ്രശ്നമില്ല, അതിനെ നമുക്ക് നേരിടാൻ പറ്റും. ഈ റീപ്ലേസ്മെന്റ് കൃത്യമായി നടന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാവും. പക്ഷേ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല നെഗറ്റീവായിട്ടുള്ള നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ മാറ്റി വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം അവിടെ ഉണ്ടാവണം. കൃത്യമായി അതിൽ പ്രാക്ടീസ് ചെയ്യണം. പരിശീലനത്തിലൂടെയാണ് നമ്മൾ എന്ത് നേടുന്നത്? പോസിറ്റീവ് ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നത്. ഇനി നമ്മളിവിടെ നോക്കുന്നത് ഏതെല്ലാം കാര്യങ്ങളിലൂടെ ബോധപൂർവം പോസിറ്റീവ് മെന്റാലിറ്റി വളർത്തിയെടുക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത് പറയാനുള്ളത്, അനാവശ്യ പേടികൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഒരുപാട് പേടികൾ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. കുട്ടികളുടെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുക? എനിക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നൊരു പേടിയുണ്ട്. ഞാൻ പഠിച്ച കാര്യങ്ങൾ തന്നെയാണോ പരീക്ഷയ്ക്ക് വരിക എന്നൊരു പേടിയുണ്ട്.
ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുമോ എന്നുള്ള പേടിയും തീർച്ചയായിട്ടും കുട്ടികൾക്കുണ്ടാവും. ഈ പേടികളൊക്കെ നെഗറ്റീവ് ചിന്തകളുടെ പിൻബലത്തിൽ രൂപപ്പെടുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നെഗറ്റീവ് ചിന്തകളാണ് പോസിറ്റീവായ ചിന്തകളേക്കാൾ കൂടുതൽ കൊണ്ടു നടക്കുന്നത് എന്ന് കാണാൻ പറ്റുക. അല്ലാതെ ഏതെങ്കിലും കുട്ടികൾ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റും, നല്ല മാർക്ക് നേടാൻ പറ്റും, ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് കൃത്യമായി എഴുതാൻ പറ്റുമെന്ന് ചിന്തിച്ച് പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന എത്ര കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും? വളരെ അപൂർവമായിട്ടുള്ള ചുരുക്കം ചില കുട്ടികളെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും. ഇനി മുതിർന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോഴോ ഒരു ബിസിനസ് ചെയ്യുമ്പോഴോ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല, നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിനുള്ളിൽ കൂടുതലുമുള്ളത്. ഇനി എന്തിന് സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് പേടിയോടുകൂടി ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീകളെയാണ് കൂടുതലും കണ്ടുവരാറുള്ളത്. ഇവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ പേടികളെ, അനാവശ്യ പേടികളെ നമുക്ക് എപ്പോഴാണോ മറികടക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ് വളരെ പോസിറ്റീവ് മെന്റാലിറ്റിയുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാനാവുന്നത്. അതിനെ ബോധപൂർവം നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പേടിയോടുകൂടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാൾ അബദ്ധമാവുകയാണ് കാര്യങ്ങൾ ചെയ്യുക. അതിന് പകരം ആത്മവിശ്വാസത്തോടെ നമുക്കറിയുന്ന രീതിയിൽ അത് മനോഹരമായി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോഴാണ് അത് ഭംഗിയുള്ളതാകുന്നതും നമ്മൾ വിചാരിച്ചതിനേക്കാൾ പെർഫെക്റ്റ് ആവുന്നതും. അതുകൊണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പേടികളൊന്നും അനാവശ്യമായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരാതെ ധൈര്യത്തോടെ ജീവിതത്തെ സമീപിക്കുക. അത് ബോധപൂർവമായ ഒരു ശ്രമം ണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയുക. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം നമ്മുടെ സൗഭാഗ്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവണം. നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്, നമ്മുടെ പോരായ്മകളെ കുറിച്ച്, നമ്മുടെ പരിമിതികളെ കുറിച്ച്, ഇല്ലായ്മകളെ കുറിച്ച്, അങ്ങനെ അതിനെക്കുറിച്ചുള്ള പരിഭവങ്ങളും പരാതികളുമാണ് നമ്മൾ കൂടുതലും പറയാറുള്ളത്. പക്ഷെ ഓർത്ത് നോക്കിയിട്ടുണ്ടോ, നമുക്ക് കുറെ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ആ സൗഭാഗ്യങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവസരങ്ങളുടെ ഒരു വലിയ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നത് പോലും നമുക്ക് കിട്ടിയ വലിയ സൗഭാഗ്യമല്ലേ? സ്നേഹിക്കാൻ ഒരുപാട് ആളുകൾ നമുക്ക് കിട്ടിയില്ലേ? അങ്ങനെ ഓർത്തോർത്ത് നമുക്ക് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് സൗഭാഗ്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അത്ര ഭാഗ്യം കെട്ട ആളുകളൊന്നുമല്ല, ഒരുപാട് ഭാഗ്യമുള്ള, ഒരുപാട് സൗഭാഗ്യമുള്ള ആളുകളാണ്. അങ്ങനെ ആ രീതിയിൽ നമുക്ക് നമ്മളെ വിലയിരുത്താൻ കഴിയുമ്പോഴാണ് ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനാവുക. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ, നമ്മൾ മോശക്കാരാണെന്ന ചിന്തകൾ, ഭാഗ്യമില്ലാത്തവരാണെന്ന ചിന്തകൾ നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഒരുപാട് സൗഭാഗ്യമുള്ളവരാണ്. ആ സൗഭാഗ്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർത്തിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി പറയാനുള്ള മൂന്നാമത്തെ കാര്യം ദീർഘവീക്ഷണത്തോടെ ജീവിതത്തെ സമീപിക്കുക. നമ്മളെപ്പോഴും നിലവിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളിൽ നമ്മളിങ്ങനെ ഒതുങ്ങി പോവാറുണ്ട്. അതിനെ മറികടന്നുകൊണ്ട്, അതിനെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് കടന്ന് മുന്നോട്ടേക്ക് യാത്ര ചെയ്യാനുള്ള ദൂരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ജീവിതം ഒരു നീണ്ട യാത്ര തന്നെയാണ്. കുറേ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നിലവിലുള്ളയൊക്കെ പ്രശ്നങ്ങളെ നമുക്ക് നേരിട്ടുകൊണ്ട് കുറേ നേട്ടങ്ങളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് പലപ്പോഴും സംഭവിക്കാറുള്ളത് ചെറിയ പ്രശ്നങ്ങളിൽ നമ്മളങ്ങ് ലോക്കായി പോകുന്നു. പിന്നെ മുന്നോട്ടേക്ക് ഒന്നും നോക്കിക്കാണാൻ കഴിയാതെ, നമുക്ക് പരിശ്രമിക്കാൻ കഴിയാതെ മനസ്സ് തളർന്നു പോകുന്നു എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പിന്നിട്ട വഴികളെ കുറിച്ച് നമ്മൾ നോർത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരെ നമ്മൾ എത്തിയത് ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ? ആ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ തളർന്നു പോയിട്ടുണ്ട്, നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് അതിനെയൊക്കെ മറികടന്ന് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അന്ന് ഇല്ലായിരുന്നുവെങ്കിൽ കുറെ കൂടി വേഗതയിൽ നമുക്ക് ഇന്നത്തെ നിലയിൽ എത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് ജീവിതത്തിൽ ആ പ്രശ്നങ്ങളെ പെട്ടെന്ന് മറികടക്കാനും മുന്നോട്ടേക്ക് പോകാനും സാധിക്കുന്ന ചിന്ത ഉണ്ടാവണം. പക്ഷെ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ദീർഘവീക്ഷണത്തോടെ ജീവിതത്തെ സമീപിക്കാനാവണം. മുന്നോട്ടുള്ള സാധ്യതകളെ കുറിച്ച്, നമ്മുടെ അവസരങ്ങളെ കുറിച്ച് നമുക്ക് എന്തുണ്ടാവണം? തിരിച്ചറിവുണ്ടാവണം. ദീർഘവീക്ഷണത്തോടെ ജീവിതത്തെ സമീപിക്കുക. ഇന്നത്തെ പ്രശ്നങ്ങളിൽ മാത്രം നമ്മൾ കുടുങ്ങി പോവാതിരിക്കുക. അതാണ് മൂന്നാമത് പറയാനുള്ളത്. ഇനി പറയാനുള്ള നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസമുള്ള ആളുകളാവുക. നമുക്കൊക്കെ വേണ്ടത് എല്ലാം ശരിയാകുമെന്ന ഒരു ചിന്തയാണ്. പലപ്പോഴും നമുക്കതില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഇത് തീർന്നു,
തീർന്നു, ഇനി ഒന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഇനി എന്ത് ചെയ്യും, ജീവിതത്തിൽ ഇനി എനിക്ക് വിജയിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്ന ആളുകൾ ഓർക്കുക, ശുഭാപ്തി വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു കരുത്താണ്. ഏത് പ്രശ്നങ്ങൾക്കും അപ്പുറം എല്ലാം ശരിയായിട്ട് ഒരു നല്ലൊരു ദിവസം കടന്നു വരുമെന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വിശാലമായൊരു മനസ്സ്, ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ജീവിതം എത്ര സുന്ദരമാണെന്നറിയോ. അങ്ങനെയുള്ള മനോഭാവമുള്ള ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റണം. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു സുപ്രഭാതം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പോസിറ്റീവായി ചിന്തിക്കാനുള്ള മനോഭാവം എന്ന് പറയുന്നത്. അതിലപ്പുറം പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, പരിശീലനത്തിലൂടെ, ചിന്തകളെ റീപ്ലേസ് ചെയ്യാൻ പഠിച്ചുകൊണ്ട് നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഏത് പ്രശ്നങ്ങളെയും നമ്മൾ സമീപിക്കാൻ പഠിക്കേണ്ടത്. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാവുക, നല്ല ചിന്തകളോടെ ഏത് പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും എല്ലാം ശുഭമായി തീരുമെന്ന് ചിന്തിക്കാൻ കഴിയുന്ന നല്ല വിശാലമായ ഒരു മനസ്സിന് ഉടമയാവുക. അപ്പോഴാണ് നമ്മുടെ ജീവിതം സുന്ദരമായിട്ട് മുന്നോട്ട് ഒഴുകുന്നത്. അതാണ് നാലാമത്തെ കാര്യം. ഇനി പറയാനുള്ള അഞ്ചാമത്തെ കാര്യം നമ്മുടെ ഇഷ്ടങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് ഒരേ കാര്യം ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാങ് ഓവർ, ഒരു മടുപ്പ്, അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതിലപ്പുറം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തിരക്കുകൾക്കിടയിലും, എത്ര വലിയ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റണം. നിങ്ങൾക്കൊരു പുസ്തകം വായിക്കണം തോന്നുമ്പോൾ വായിക്കണം. പുറത്തു പോയിട്ട് എവിടെയെങ്കിലും പാർക്കിലൊക്കെ പോയി ഒരു ഇത്തിരി സമയം ഇരിക്കണം തോന്നുമ്പോൾ, ഒരു യാത്ര പോകണമെന്ന് തോന്നുമ്പോൾ, ഒരു നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നുമ്പോൾ, എന്തൊക്കെയാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഘടകങ്ങൾ, ആ ഘടകങ്ങൾ സ്വയം കണ്ടെത്തിയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി നമ്മൾ പോലും അറിയാതെ രൂപപ്പെടുന്നുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവിതം ആസ്വദിക്കുവാനോ സന്തോഷിക്കുവാനോ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഇഷ്ടങ്ങളെ കണ്ടെത്തുക. തിരക്കുകൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും ഇടയിൽ ആ ഇഷ്ടങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക. മനസ്സ് കുറെ കൂടി റിലാക്സ് ആവും, സുന്ദരമാവും, വളരെ പോസിറ്റീവ് ആകും. നല്ല മനസ്സോടെ ചിന്തിക്കാൻ നമ്മൾ പഠിക്കും. അതാണ് അഞ്ചാമത്തെ കാര്യം. ഇനി അവസാനത്തെ ആറാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എവിടെ അവസാനിപ്പിക്കാം. അതായത് എപ്പോഴും പോസിറ്റീവായ രീതിയിൽ സംസാരിക്കാൻ ശീലിച്ചാൽ തന്നെ നമ്മൾ എന്താവും, പോസിറ്റീവ് ആകും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പക്ഷേ നെഗറ്റീവായിട്ടാണ് സംസാരിക്കാറുള്ളത്. മറ്റുള്ളവരെ കുറിച്ചാണെങ്കിലും നമ്മളെക്കുറിച്ചാണെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു, നെഗറ്റീവായിട്ട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെയാണല്ലേ. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ അടുത്ത് വന്ന് അവരുടെ പരാതികളും പരിഭവങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പരിഭവങ്ങൾ, നമ്മുടെ പരാതികൾ അങ്ങോട്ടും പറയും. സംഭവിക്കുന്നത് എന്താണ്, നെഗറ്റീവും കൂടിയിട്ട് അവിടെ പക്ഷേ പോസിറ്റീവ് അല്ല ഉണ്ടാകുന്നത്. എന്താ ഉണ്ടാകുന്നത്, നെഗറ്റീവും കൂടി ഇമ്മിണി വലിയൊരു നെഗറ്റീവ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് അവരെ പോസിറ്റീവാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ പോസിറ്റീവായ കാര്യങ്ങൾ വന്നു ചേരും. നമുക്കും പ്രശ്നങ്ങളുണ്ടാകും, നെഗറ്റീവായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും ഉണ്ടാകും. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തുക. നമ്മുടെ മുന്നിൽ പരാതികളും പരിഭവങ്ങളൊക്കെ വന്ന് പറയുന്നവരോട് നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ പറയുക, അവരെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക, അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്താവും, പോസിറ്റീവ് ചിന്താഗതിയുള്ള, പോസിറ്റീവ് മെന്റാലിറ്റിയുള്ള ഒരാളായിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ രൂപപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ 6 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായി ജീവിക്കാൻ കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിന്, ജീവിതത്തിന് അതൊരു കരുത്തായി മാറുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളെ പരാജയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഏത് പ്രശ്നങ്ങളിലും നമ്മളെ വിജയിപ്പിക്കുവാനുള്ള എനർജിയായിട്ട് കൂടെ ഉണ്ടാകും. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാൻ പരിശീലിക്കുക. അതാണ് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരാളാവുക എന്നുള്ളതല്ല, അതിനുവേണ്ടി പരിശീലിക്കുക. ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളാവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് ശ്രമിച്ച് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളിലൂടെ, പരിശീലനത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുക. ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളെയും ബോധപൂർവം പോസിറ്റീവായി ഹാൻഡിൽ ചെയ്യുക. വളരെ പോസിറ്റീവായ ഒരാളായിട്ട് മെല്ലെ മെല്ലെ നമ്മൾ മാറും. അങ്ങനെ എല്ലാവർക്കും മാറാനാവട്ടെ, ജീവിതത്തിൽ അങ്ങനെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാനാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.